ഇപ്പം നമ്മളുള്ളത് 14,000 അടി ഉയരത്തിൽ ഉത്തരാഖണ്ഡിലെ ചന്ദ്രശില എന്ന മൗണ്ടൈൻ്റെ ടോപ്പിലാണ്. നമ്മൾ ഈ ട്രക്ക് ചെയ്യുമ്പോൾ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ -10 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് മസൂരിയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മസൂരിയിൽ നിന്നും ഈ ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടി ചൊപ്തയിൽ എങ്ങനെ എത്താമെന്നുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസൂരിയിലെ ബസ് സ്റ്റേഷനിൽ നിന്നും ഡെറാഡൂണിലോട്ട് വരിക. മസൂരിയിൽ നിന്നും എപ്പോഴും ബസ് അവൈലബിൾ ആയിരിക്കില്ല. സോ ബസ് ഇല്ലെങ്കിൽ ഷെയർ ടാക്സി അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം ഡെറാഡൂൺ ടു ഋഷികേശ്, അവിടെ നിന്നും രുദ്രപ്രയാഗ് എന്ന സ്ഥലത്തോട്ട് ഡയറക്റ്റ് ബസ് കിട്ടും. രുദ്രപ്രയാഗിൽ എത്തിയ ശേഷം ചൊപ്തയിലോട്ട് ഷെയർ ടാക്സിയിലാണ് പോകേണ്ടത്. ബസ് അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ അതുപോലെ ഈ ഷെയർ ടാക്സിയുടെ റേറ്റ് എപ്പോഴും നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇപ്പം നമ്മൾ നന്നായി ബാർഗെയിൻ ചെയ്താൽ നമുക്ക് വേണ്ട രീതിയിൽ റേറ്റ് കുറക്കാൻ കഴിയും. അങ്ങനെ മസൂരിയിൽ നിന്നും ഒരു 10 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ നമ്മൾ ചൊപ്തയിലെത്തിയ ഉടനെ നമ്മൾ ആദ്യം ഒരു റൂം എടുക്കുകയാണ് ചെയ്തത്. പിന്നെ രാത്രി സമയം നമ്മൾ എവിടെ റൂം എടുത്താലും അവിടെ ഉള്ളവർ നമ്മളെ ചാമ്പും. റേഞ്ച് കിട്ടാത്തതുകൊണ്ട് ഓൺലൈനിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഈ തുംഗനാഥ് ചന്ദ്രശില ട്രക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് പുലർച്ചെ 3 മണിക്ക് കയറുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൺറൈസ് കിട്ടും. പിന്നെ സൺസെറ്റ് കാണാൻ വേണ്ടി ഈവനിങ് കയറുന്നതിന് സീനൊന്നുമില്ല. പക്ഷെ തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് താഴേക്ക് ഇറങ്ങേണ്ടി വരും. കാരണം അവിടെ കാണാൻ വരുന്നവരെല്ലാവരും ഒരു 4 മണിക്ക് മുമ്പ് തന്നെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ സമയം 2:30 ഞങ്ങൾ എല്ലാവരും റൂമിൽ നിന്നും റെഡിയായി ഇറങ്ങി ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടോട്ടൽ 5 കിലോമീറ്റർ ആണ് നമുക്ക് ട്രക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ അടുത്തുള്ള ഷോപ്പിൽ നമുക്ക് ബൂട്ട്സ് റെന്റിന് കിട്ടും. കാഷ്വൽ ഷൂ ആണെങ്കിൽ ഇത് നിർബന്ധമാണ്. പിന്നെ അതുകൂടാതെ ഈ ട്രക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റിക്കും അവിടെ റെന്റിന് കിട്ടും. ഇപ്പൊ ആക്ച്വലി ടൈം 3 മണി കഴിഞ്ഞു. ഞങ്ങൾ ട്രക്കിംഗ് ആരംഭിച്ചു. ടെമ്പറേച്ചർ ഇപ്പോൾ -13 ആണ്. എനിക്ക് പേഴ്സണലി മൈനസ് ആവുന്ന സമയത്ത് കാലിലും അതുപോലെ ശരീരത്തിലും സൂചി കുത്തുന്നത് പോലെ ഒരു ഫീലാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അതുമായിട്ടങ്ങ് ശീലമാവാറാണ് പതിവ്. ഇപ്പൊ നിങ്ങൾ ഈ 2 സൈഡിലും കാണുന്നത് മഞ്ഞാണ്. ഇത് ആക്ച്വലി വിന്ററിന്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ മൗണ്ടൈന്റെ മുകളിൽ സ്നോ മൂടിക്കിടക്കുന്നതാണ്. ഇപ്പൊ സമയം 4:15 തണുപ്പ് അതിന്റെ പീക്ക് ലെവലിലാണുള്ളത്. നമ്മൾ ഇപ്പൊ ഈ അനുഭവിക്കുന്ന ഈ ഒരു തണുപ്പ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഈ ട്രക്കിംഗ് എൻജോയ് ചെയ്യണമെങ്കിൽ അല്പസമയം ഇരുന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും ട്രക്കിംഗ് ആരംഭിക്കുക. പിന്നെ ഈ ട്രക്ക് ചെയ്യുമ്പോൾ മനസ്സിലായ മറ്റൊരു കാര്യം, ലേഡീസ് ഈ ട്രക്കിങ്ങിന്റെ കാര്യത്തിൽ വളരെ ഫാസ്റ്റാണ്. നമ്മൾ ആദ്യം തുംഗനാഥ് ടെമ്പിളിലാണ് എത്തേണ്ടത്. അവിടെ നിന്നും 1.5 കിലോമീറ്റർ ഉണ്ട് ചന്ദ്രശില ടോപ്പിലോട്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ സൈഡിലുള്ള സ്നോ മൗണ്ടൈന്റെ ടോപ്പിൽ കയറുന്നതാണ്. അതിന് കാരണം തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു റെസ്റ്റ് എടുത്ത് വേണം നമ്മൾ ട്രക്ക് ചെയ്യാനെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ മൗണ്ടൈന്റെ ടോപ്പിൽ നിന്നും സൺറൈസ് നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. അപ്പോൾ സൺറൈസ് കാണാൻ വേണ്ടി തൊട്ടടുത്തുള്ള മല കയറിയതാണ്. അങ്ങനെ ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് തുംഗനാഥ് ടെമ്പിളിലാണ്. ഡിസംബറിൽ ഈ ടെമ്പിൾ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നും ചന്ദ്രശില മൗണ്ടൈന്റെ ടോപ്പിലോട്ട് ഏകദേശം 1 കിലോമീറ്റർ ട്രക്കിംഗ് വരുന്നുണ്ട്. അല്പസമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ചന്ദ്രശില ലക്ഷ്യമാക്കി ട്രക്കിംഗ് ആരംഭിച്ചു. അങ്ങനെ ഏകദേശം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ചന്ദ്രശിലയുടെ മുമ്പിൽ വരുന്ന ടെമ്പിൾ ആണ്. അങ്ങനെ നമ്മുടെ 5 കിലോമീറ്റർ ട്രക്കിങ്ങിന് ശേഷം ഇതാണ് നമ്മുടെ എൻഡിങ് പോയിന്റ്. വിഷ്വലി എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ മസ്റ്റായിട്ടും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡിസംബറിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത് നിങ്ങളുടെ ലൈഫിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മെമ്മറീസ് ആയിരിക്കും.